വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സന്നിധാനത്ത് കൊപ്രാക്കളത്തിൽ ഷെഡിന് തീപിടിച്ചത്. വിവരമറിഞ്ഞുടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി പൂർണ്ണമായും തീയണച്ചു. ഈ ഷെഡിനകത്ത് ഉണ്ടായിരുന്ന കൊപ്ര പൂർണ്ണമായും കത്തിനശിച്ചു. ഈ സംഭവം നടന്ന ഉടൻ, തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ വലിയ ഉയരത്തിലേക്ക് പുക ഉയരുകയും സന്നിധാനത്തും ഈ പരിസര പ്രദേശങ്ങളിലുമെല്ലാം പുക പൂർണ്ണമായും മൂടിയ ഒരവസ്ഥയായിരുന്നു. വലിയ നടപ്പന്തലിൽ ധാരാളം തീർത്ഥാടകരാണ് ആ സമയത്ത് ദർശനത്തിനായി കാത്തു നിന്നിരുന്നത്. അവർക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. ആദ്യം ഈ തീർത്ഥാടകർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു. പലരും ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടി. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമൊപ്പം തന്നെ പോലീസുമൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വളരെ വേഗം തന്നെ എത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സ്വാമിമാർ, ഈ വലിയ നടപ്പന്തലിൽ നിന്നിരുന്ന സ്വാമിമാർ അവർക്ക് വലിയ ആശങ്കയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. పగ వస్తే సొళ్ళిల్లు పోతా ఉంది, ఆరోగ్యము వచ్చి పగ ఇదైతా ఉంది పగ. ஆமாம், இது கொப்பரக்காவோட ஓம புகைன்னு சொல்கிறாங்க. இது அதான் திடீர். ஆமாம், கொஞ்சம் ஒரு மாதிரி கஷ்டமாக இருக்குது. ஆமாம், கொஞ்சம் சுவாசம் மாதிரி கஷ்டமாக இருக்குது. ஏன்னா திடீர்னு இப்போ தான் ஒரு ஃபியூ மினிட்ஸ் பிஃபோர் தான் வந்துச்சு ഇത്. ആമാ, കൊപ്രാക്കളത്തിലെ ഷെഡിന് തീപിടിച്ചതിനെ തുടർന്ന് ഉയർന്ന പുക വലിയ നടപ്പന്തലിലേക്കും വ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ആ പുകയെല്ലാം മാറിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ, സ്വാമിമാരുടെ എല്ലാം ആശങ്കയെല്ലാം നിലവിൽ മാറി. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.